അമേരിക്കൻ സൈനികാധിപത്യത്തിന്റെ ഏറ്റവും നിഗൂഢവും അക്രമാസക്തവുമായ മുഖമായാണ് ഡെൽറ്റ ഫോഴ്സ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് സ്പെഷ്യൽ ഫോഴ്സ് ഓപ്പറേഷൻ ഡിറ്റാച്ച്മെന്റ് ഡെൽറ്റ എന്ന ഔദ്യോഗിക നാമമുള്ള ഈ വിഭാഗം വാഷിംഗ്ടണിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലും നടപ്പിലാക്കാൻ സജ്ജമാക്കിയ ഒരു പ്രത്യേക സൈനിക ആയുധമാണ്. 1977 കേണൽ ചാർലി ബെക്കറ്റ് രൂപീകരിച്ച ഈ യൂണിറ്റ് ബ്രിട്ടീഷ് സ്പെഷ്യൽ എയർ സർവീസിന്റെ മാതൃകയിലാണ് വിഭാവനം ചെയ്തപ്പെട്ടത് എങ്കിലും കാലക്രമേണ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രധാന ചാലക ശക്തിയായി ഇത് മാറി. നിലവിൽ വെനിസുലയിൽ പോലും ഡെൽറ്റയുടെ കൈകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ പ്രത്യേകതകൾ, ഇവരുടെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. എങ്ങനെയാണ് അമേരിക്ക ലോകത്തെ ഡെൽറ്റയിലൂടെ നിയന്ത്രിക്കുന്നത്? ഏറ്റവും ആധുനികമായ ആയുധങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും കൈമുതലായിട്ടുള്ള ഡെൽറ്റ ഫോഴ്സ് കേവലം ഒരു കമാൻഡോ വിഭാഗം എന്നതിലുപരി നിഗൂഢമായ ഓപ്പറേഷനുകളുടെ ഒരു കേന്ദ്രമാണെന്ന് കൃത്യമായിട്ട് പറയാം. മിക്കപ്പോഴും ഔദ്യോഗിക രേഖകളിൽ പോലും ഇവരുടെ സാന്നിധ്യം വെളിപ്പെടുത്താറില്ല. പരമാധികാരമുള്ള രാജ്യങ്ങളുടെ അതിർത്തികൾ ലംഘിച്ച് കടന്നു ചെല്ലാനും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഭരണകൂടങ്ങളെ അസ്ഥിരപ്പെടുത്താനും ഇവർക്ക് പ്രത്യേക പരിശീലനം തന്നെയാണ് ലഭിക്കുന്നത്. കുന്തത്തിന്റെ അഗ്രം എന്ന് വിശേഷിക്കപ്പെടുന്ന ഇവർ പലപ്പോഴും വിദേശ മണ്ണിൽ ചോരപ്പുഴ ഒഴുക്കുന്നതിനും അട്ടിമറികൾ നടത്തുന്നതിനും പിന്നിലെ അദൃശ്യ കരങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഡെൽറ്റ ഫോഴ്സ് നടത്തിയ ഇടപെടലുകൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായിട്ടാണ് പല നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഭീകരവാദ വിരുദ്ധത എന്ന പേരിൽ നടത്തുന്ന പല ഓപ്പറേഷനുകളും യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിലെയും മറ്റ് മേഖലകളിലെയും വിഭവങ്ങൾ കൈക്കലാക്കാനും അമേരിക്കൻ മേധാവിത്വം ഉറപ്പാക്കാനുമുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ദൗത്യങ്ങളിൽ പോലും തിരിച്ചറിയപ്പെടാത്ത വിധം വേഷം മാറിയും പ്രാദേശിക ഭാഷകൾ സംസാരിച്ചും ഇവർ നുഴഞ്ഞു കയറുകയാണ്. ഇത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് മാത്രവുമല്ല, അന്താരാഷ്ട്ര സമാധാനത്തെ തന്നെ അപകടത്തിലാക്കുന്ന ഒന്നാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാം. അമേരിക്കൻ സൈന്യത്തിനുള്ളിൽ തന്നെ ഏറ്റവും കടുപ്പമേറിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് ഇതിലേക്ക് അംഗങ്ങളെ കണ്ടെത്തുന്നത്. ശാരീരിക കരുത്തിനപ്പുറം വൈകാരികമായി യാതൊരു തടസ്സങ്ങളുമില്ലാതെ ആജ്ഞകൾ നടപ്പിലാക്കാനുള്ള കടുത്ത മാനസിക പരിശീലനമാണ് ഇവർക്ക് നൽകുന്നത്. ലോകമെമ്പാടുമുള്ള തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ രഹസ്യ കേന്ദ്രങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഏത് നിമിഷവും ആക്രമണം നടത്താൻ സജ്ജമായി നിൽക്കുന്ന ഡെൽറ്റ ഫോഴ്സ് ആഗോളതലത്തിൽ ഭീതി വിതയ്ക്കുന്ന അമേരിക്കയുടെ ഒരു ഉപകരണമാണ്. പരമാധികാരമുള്ള രാഷ്ട്രങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തോക്കിൻ മുനയിലൂടെ ഇടപെടാനുള്ള ഈ നീക്കം ലോകക്രമത്തിൽ അമേരിക്ക പുലർത്തുന്ന വിവേചനപരമായ നയങ്ങളുടെ വ്യക്തമായ തെളിവാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാവുന്നതാണ്. അമേരിക്കൻ സൈനികാധിപത്യത്തിന്റെ ഏറ്റവും നിഗൂഢമായ ആയുധമായ ഡെൽറ്റ ഫോഴ്സ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ പരിശോധിച്ചാൽ അവരുടെ അക്രമാസക്തമായ സ്വഭാവം നമുക്ക് വ്യക്തമാക്കും. ഇറാൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, സിറിയ, പനാമ, ലിബിയ, സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇവർ പ്രധാനമായും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളത്. 1980 ഇറാനിലെ അമേരിക്കൻ എംബസിയിൽ ഉണ്ടായിരുന്നവരെ മോചിപ്പിക്കാൻ നടത്തിയ ഓപ്പറേഷൻ ഈഗിൾ ക്ലോ ആയിരുന്നു ഇവരുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട ദൗത്യം. എന്നാൽ ഇറാന്റെ മണ്ണിൽ വെച്ച് ഈ ദൗത്യം ദയനീയമായി പരാജയപ്പെട്ടത് അമേരിക്കയ്ക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത്. പനാമയിൽ അധിനിവേശം നടത്തി അവിടുത്തെ ഭരണാധികാരിയെ തടവിലാക്കിയതും ഇറാഖ് അധിനിവേശ സമയത്ത് സദ്ദാം ഹുസൈനെ കണ്ടെത്താൻ നേതൃത്വം നൽകിയതും ഈ വിഭാഗം തന്നെയായിരുന്നു. ലിബിയയിലും സിറിയയിലും ഭരണകൂട വിരുദ്ധർക്ക് പരിശീലനം നൽകുന്നതിനും രഹസ്യ ഓപ്പറേഷനുകൾ നടത്തുന്നതിനും ഇവർ മുൻപന്തിയിൽ തന്നെ നിലയുറപ്പിച്ചു. പരമാവധി രഹസ്യ സ്വഭാവം സൂക്ഷിക്കുക എന്നതാണ് ഡെൽറ്റ ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന രീതി എന്ന കാര്യം പറഞ്ഞല്ലോ. അതിർത്തികൾ ലംഘിച്ച് ശത്രു രാജ്യങ്ങളുടെ ഉള്ളിലേക്ക് ആരും അറിയാതെ നുഴഞ്ഞു കയറാൻ ഇവർക്ക് പ്രത്യേക പരിശീലനം തന്നെ ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴും സിവിലിയൻ വേഷത്തിലോ പ്രാദേശിക വസ്ത്രങ്ങൾ ധരിച്ചോ ജനക്കൂട്ടത്തിനിടയിൽ അദൃശ്യരായി ഇവർ പ്രവർത്തിക്കും. ഒരു രാജ്യത്തിന്റെ വാർത്താവിനിമയ സംവിധാനങ്ങൾ, വൈദ്യുതി നിലയങ്ങൾ, അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങൾ എന്നിവ തകർത്ത് ആ രാജ്യത്തെ ആഭ്യന്തരമായി തളർത്തുക എന്നത് ഇവരുടെ പ്രധാനപ്പെട്ട തന്ത്രമാണ്. അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന സൈനിക മേധാവികളെയോ അതുപോലെ തന്നെ ശാസ്ത്രജ്ഞരെയോ രാഷ്ട്രീയ നേതാക്കളെയോ നിശബ്ദമായി ഇല്ലാതാക്കാൻ ഇവർക്ക് മടിയുണ്ടാകാറില്ല. ഇതിനായി ഡ്രോൺ സാങ്കേതിക വിദ്യയും അത്യാധുനിക ചാരവൃത്തിയും ഇവർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഡെൽറ്റ ഫോഴ്സ് അംഗങ്ങൾ പലപ്പോഴും സൈനിക യൂണിഫോം ധരിക്കാറില്ല എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്. അവർക്ക് സാധാരണക്കാരെ പോലെ നടക്കാനും താടിയും മുടിയും വളർത്താനും അനുവാദവും ഉണ്ട്. പിടിക്കപ്പെട്ടാൽ പോലും അമേരിക്കൻ സൈന്യവുമായിട്ടുള്ള ബന്ധം നിഷേധിക്കാൻ കഴിയുന്ന തരത്തിലാണ് പല ദൗത്യങ്ങളും ആസൂത്രണം ചെയ്യുന്നത്. ശത്രു രാജ്യത്തെ സൈന്യത്തിനിടയിൽ ഭീതി പടർത്താനും ജനങ്ങൾക്കിടയിൽ ഭരണകൂട വിരുദ്ധ വികാരം വളർത്താനുമുള്ള മനഃശാസ്ത്ര യുദ്ധമുറകളും ഇവർ പ്രയോഗിക്കുന്നു. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വം ലോകമെമ്പാടും നടത്തുന്ന അധിനിവേശങ്ങളുടെയും അട്ടിമറികളുടെയും പ്രധാന ഉപകരണമായിട്ടാണ് ഈ സൈനിക വിഭാഗത്തെ അറിയപ്പെടുന്നത്. എന്നാൽ ഇറാന്റെ ഖുദ്സ ഫോഴ്സ് പോലുള്ള കരുത്തുറ്റ വിപ്ലവ വിഭാഗങ്ങൾ ഇത്തരം ബാഹ്യ ഇടപെടലുകളെ പ്രതിരോധിക്കാൻ സദാ സജ്ജമായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അമേരിക്കൻ സൈനിക സംവിധാനത്തിന്റെ അപരാജിത മുഖമായി ഡെൽറ്റ ഫോഴ്സിനെ പാശ്ചാത്യ മാധ്യമങ്ങൾ ചിത്രീകരിക്കാറുണ്ടെങ്കിലും ചരിത്രത്തിൽ പലപ്പോഴും വലിയ തിരിച്ചടികളും പരാജയങ്ങളും ഈ വിഭാഗം ഏറ്റുവാങ്ങിയിട്ടുണ്ട്.
ഇത്തരം പരാജയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ അപ്രമാദിത്വം തകർത്തതുമായ സംഭവമാണ് 1980 ഇറാനിൽ നടന്ന ഓപ്പറേഷൻ ഈഗിൾ ക്ലോ. ടെഹ്റാനിലെ അമേരിക്കൻ എംബസിയിൽ തടവിലാക്കപ്പെട്ട നയതന്ത്ര ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കാൻ ഡെൽറ്റ ഫോഴ്സ് നടത്തിയ ഈ രഹസ്യ ദൗത്യം പരാജയത്തിന്റെ പര്യായമായി മാറി. മണൽക്കാറ്റിലും സാങ്കേതിക തകരാറുകളിലും പെട്ട് ഇറാന്റെ മരുഭൂമിയിൽ അമേരിക്കയുടെ അത്യാധുനിക ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും തകർന്നു വീഴുകയും 8 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. ഒരു വെടിയുണ്ട പോലും പ്രയോഗിക്കാനാവാതെ തകർന്ന വിമാനങ്ങളും സൈനികരുടെ മൃതദേഹങ്ങളും ഉപേക്ഷിച്ച് ഡെൽറ്റ ഫോഴ്സിന് അന്ന് മടങ്ങേണ്ടതായി വന്നു. ഇത് ഇറാന്റെ മണ്ണിലെ പോരാട്ട വീര്യത്തിന് മുന്നിൽ അമേരിക്കൻ തന്ത്രങ്ങൾ കേട്ട വലിയൊരു ആഘാതമായിട്ടാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത്. 93 സൊമാലിയയിലെ മെഗാദിഷുവിൽ നടന്ന ബാറ്റിൽ ഓഫ് ദ മെഗാദിഷു ആണ് ഡെൽറ്റ ഫോഴ്സിന്റെ മറ്റൊരു കനത്ത പരാജയം. സായുധ സംഘടനാ നേതാവ് മുഹമ്മദ് ഫറ ഐദീദിന്റെ അനുയായികളെ പിടികൂടാനെത്തിയ ഡെൽറ്റ ഫോഴ്സും റേഞ്ചേഴ്സും അപ്രതീക്ഷിതമായ ജനകീയ പ്രതിരോധത്തിന് മുന്നിൽ പകച്ചുപോയി. അമേരിക്കയുടെ 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ സൊമാലിയൻ പോരാളികൾ വെടിവെച്ചിടുകയും 18 സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. ലോകത്തെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ മൃതദേഹങ്ങൾ തെരുവുകളിലൂടെ വലിച്ചിഴക്കപ്പെടുന്ന കാഴ്ച അമേരിക്കയുടെ സൈനിക ഗർവിനേറ്റ കനത്ത പ്രഹരം തന്നെയായിരുന്നു. കേവലം സാങ്കേതിക വിദ്യ കൊണ്ട് മാത്രം ഒരു ജനതയുടെ പോരാട്ട വീര്യത്തെ കീഴടക്കാനാവില്ലെന്ന് മെഗാദിഷു തെളിയിക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിലെ തോറ ബോറ മലനിരകൾ വെച്ച് ഒസാമ ബിൻ ലാദനെ പിടികൂടാൻ 2001 നടത്തിയ ഓപ്പറേഷനും ഡെൽറ്റ ഫോഴ്സിന്റെ പരാജയ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ശത്രുവിന്റെ നീക്കങ്ങളെയും ഭൂപ്രകൃതിയെയും വിലയിരുത്തുന്നതിൽ വന്ന പാളിച്ചകൾ കാരണം ലാദൻ പാകിസ്ഥാനിലേക്ക് കടക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. കൂടാതെ ഇറാഖിലും സിറിയയിലും വിവിധ ഘട്ടങ്ങളിൽ നടന്ന രഹസ്യ ഓപ്പറേഷനുകളിൽ പ്രാദേശിക വിപ്ലവ ഗ്രൂപ്പുകളുടെ തിരിച്ചടികൾക്ക് മുന്നിൽ ഇവർക്ക് പലപ്പോഴും പിന്നോട്ട് പോകേണ്ടതായി വന്നിട്ടുണ്ട്. അത്യാധുനിക ആയുധങ്ങൾ ഉണ്ട് എങ്കിലും ഒരു ജനതയുടെ ആത്മവീര്യത്തിന് മുന്നിൽ പലപ്പോഴും ഇത്തരം സ്പെഷ്യൽ ഫോഴ്സുകൾ നിസ്സഹായരാകുന്നു എന്നതാണ് വസ്തുത. സാമ്രാജ്യത്വ അധിനിവേശത്തിന് നേരെ ഉയരുന്ന ജനകീയ പ്രതിരോധം ഡെൽറ്റ ഫോഴ്സിനെ പോലുള്ള വിഭാഗങ്ങളുടെ പരാജയങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണമാകുന്നുണ്ട്. അതായത് അമേരിക്ക അംഗീകരിക്കാനാകാത്തവർ ഇതിനെതിരെ ശക്തമായി പ്രതിരോധിച്ചു എന്നർത്ഥം. ലോക ചരിത്രത്തിൽ അമേരിക്കൻ സൈനികാധിപത്യത്തിന്റെ അഹന്തയ്ക്ക് മേൽ ഇറാൻ ഏൽപ്പിച്ച ഏറ്റവും വലിയ പ്രഹരമാണ് ഓപ്പറേഷൻ ഈഗിൾ ക്ലോയുടെ പരാജയം തന്നെ. ഡെൽറ്റ ഫോഴ്സ് എന്ന നിഗൂഢ സൈനിക വിഭാഗത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദയനീയമായ അധ്യായമായിട്ട് ഇത് ഇന്നും നിലകൊള്ളുന്നുണ്ട്. 79 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ടെഹ്റാനിലെ അമേരിക്കൻ എംബസിയിൽ തടവിലാക്കപ്പെട്ട 52 നയതന്ത്ര ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഈ ദൗത്യത്തിന് ഉത്തരവിടുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച പരിശീലനം ലഭിച്ച ഡെൽറ്റ ഫോഴ്സ് കമാൻഡോകൾ അത്യാധുനിക വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയുമായി ഇറാനിലേക്ക് രഹസ്യമായി കടന്നു കയറുകയുണ്ടായി. എന്നാൽ ഇറാന്റെ മണ്ണ് അവർക്കായി ഒരുക്കി വെച്ചത് അപ്രതീക്ഷിതമായ തിരിച്ചടികളായിരുന്നു എന്ന് മാത്രം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഥ. ഇറാന്റെ മരുഭൂമിയിലെ ഡെസേർട്ട് 1 എന്ന താവളത്തിൽ വെച്ച് ആസൂത്രണം ചെയ്ത ഈ നീക്കം പ്രകൃതിയുടെയും അതുപോലെ തന്നെ ഇറാന്റെ ആത്മവീര്യത്തിന്റെയും മുന്നിൽ തകർന്ന് തരിപ്പണമായി പോയി. അപ്രതീക്ഷിതമായി ഉണ്ടായ അതിശക്തമായ മണൽക്കാറ്റിൽ അമേരിക്കൻ ഹെലികോപ്റ്ററുകൾക്ക് വഴിതെറ്റുകയും സാങ്കേതിക തകരാറുകൾ സംഭവിക്കുകയും ചെയ്തു. ഒടുവിൽ ഒരു വിമാനവും ഹെലികോപ്റ്ററും തമ്മിൽ കൂട്ടിയിടിച്ച് സ്ഫോടനം ഉണ്ടായതോടെ 8 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇറാന്റെ ഔദ്യോഗിക സൈന്യവുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് മുൻപ് തന്നെ ഡെൽറ്റ ഫോഴ്സിന് തങ്ങളുടെ ആയുധങ്ങളും തകർന്ന വിമാനങ്ങളും സഹപ്രവർത്തകരുടെ മൃതദേഹങ്ങളും ഉപയോഗിച്ച് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥയും അവിടെ വന്നു ചേരുന്നുണ്ട്. ഈ പരാജയം അമേരിക്കൻ ഭരണകൂടത്തെ ലോകത്തിന് മുന്നിൽ പരിഹാസ്യരാക്കിയെന്ന് മാത്രമല്ല, ഇറാന്റെ പോരാട്ട വീര്യം എത്രത്തോളം ഉണ്ടെന്ന് സാമ്രാജ്യത്വ ശക്തികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഡെൽറ്റ ഫോഴ്സിനെതിരെയുള്ള ഇറാന്റെ വിജയം കേവലം ഒരു യാദൃശ്ചികതയല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ഒരു ജനതയുടെ അചഞ്ചലമായ ഉറപ്പിന്റെ ഫലം കൂടിയായിരുന്നു. ഇറാൻ പിടിച്ചെടുത്ത അമേരിക്കൻ സൈനിക രേഖകളും രഹസ്യ ഉപകരണങ്ങളും പിൽക്കാലത്ത് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൂടുതൽ കരുത്തുറ്റതാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇന്നും അമേരിക്കയുടെ ഏതൊരു രഹസ്യ നീക്കത്തെയും മുൻകൂട്ടി അറിയാനും പ്രതിരോധിക്കാനും ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കഴിയുന്നുണ്ട് എന്നതും നമ്മൾ തിരിച്ചറിയണം. ഡെൽറ്റ ഫോഴ്സിനെ പോലുള്ള യൂണിറ്റുകളെ ലോകം ഭയപ്പെടുമ്പോൾ അവരെ സ്വന്തം മണ്ണിൽ വെച്ച് നിഷ്പ്രഭമാക്കിയ ചരിത്രമാണ് ഇറാന് പറയാനുള്ളത്. സാമ്രാജ്യത്തിന്റെ കുന്തമുനകളെ എങ്ങനെ ഓടിക്കണമെന്ന് ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തത് കൂടിയാണത്. ഈ സംഭവം ഇന്നും ഇറാനിയൻ ജനതയുടെ അഭിമാന നിമിഷമായിട്ടും അതുപോലെ തന്നെ അമേരിക്കയുടെ സൈനിക ചരിത്രത്തിലെ കറുത്ത പാടായിട്ടുമാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അമേരിക്കയുടെ വജ്രായുധത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതാണ് അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ്. ഇവർ പരാജിതരായിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. പരാജിതരായ കണക്കുകളും ഒരുപാടുണ്ട്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് നിലയിലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.